സ്റ്റാർ രാജൻ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഗ്യാസ് സ്റ്റവും അതിൻ്റെ തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ 30 വർഷമായിട്ട് ഞാൻ വീടുകളിൽ പോയി ചെയ്യുന്ന ജോലിക്ക് പോകുമ്പോൾ ഓരോരുത്തരും പറയും, ചില തെറ്റിദ്ധാരണകൾ പറയും. ആ തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള വീഡിയോയാണ്. ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്ന എല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക്. 30 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞത് 30 വർഷമായിട്ട് മാത്രമല്ല, ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാ ദിവസങ്ങളും ഞാൻ ഈ പണിക്ക് പോകുന്നുണ്ട്. ഈ ഗ്യാസ് സ്റ്റവ് സർവീസും മിക്സി സർവീസും കത്തി മുറിച്ച് കൂട്ടുന്നതും ഫാൻ നന്നാക്കുന്നതും പിന്നെ വാഷിംഗ് മെഷീൻ നന്നാക്കുന്നതും അങ്ങനെ ഒരുപാട് പണി ഞാൻ 30 വർഷമായിട്ട് വീടുകളിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതും സത്യസന്ധമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അതിൻ്റെ അകത്ത് ഒരു നുണയുമില്ല. ഞാനിപ്പോഴും വീടുകളിൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹൈ സ്പീഡ് സർവീസാണ്. കാരണം വീടുകളിൽ ചെന്ന് അപ്പം തന്നെ പണിത് കൊടുക്കുകയാണ്. അവരെ കൺമുന്നിൽ വെച്ച് തന്നെ പണിത് കൊടുക്കുകയാണ്. അപ്പം സ്പീഡ് വർക്കാണ് നമ്മുടേത്. പക്ഷേ അത്രയും ക്വാളിറ്റി ആയിട്ടാണ് പണിത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ, കുറച്ച് പേര് എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളുണ്ട്. ഇന്നലെ ഞാനൊരു വീട്ടിൽ ചെന്ന് ഒരു ബർണർ മാറിക്കൊടുത്തു. 2 ബർണറും ആ ചേച്ചിയുടെ പോയായിരുന്നു. അത് 2 മാറിക്കൊടുത്തു. അത് എന്തുകൊണ്ടാണ്, കഴിഞ്ഞ വർഷമാണ് ഞാൻ ആ ബർണർ മാറിക്കൊടുത്തത്. പക്ഷേ 1 വർഷം കൊണ്ട് അവർക്ക് പോയി. പിന്നെ ഞാൻ ബർണർ മാറിക്കൊടുത്ത് 20 വർഷം, 25 വർഷം, 10 വർഷം, 15 വർഷം ബർണർ കേടാകാതെ ഉപയോഗിക്കുന്ന വീടുകളും ഉണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട. ഇന്നത്തെ വീഡിയോ, ഇന്നലെ ഞാനൊരു വീട്ടിൽ ചെന്ന് പണിയാൻ ചെന്നപ്പോൾ ആ ചേച്ചി അടുപ്പ് മേടിച്ചപ്പോൾ തൊട്ട് ഇതുപോലെ ബർണർ എടുത്ത് ശരിക്കും തേച്ച് കഴുകി ആ പിച്ചള കളറിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചേച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എനിക്ക് ഗ്യാസിൽ ലാഭം കിട്ടും എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അതൊരു തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ ഈ ബർണർ എടുത്ത് പുതിയ അടുപ്പ് മേടിക്കുമ്പോൾ ഈ ബർണർ ശരിക്കും നല്ല കളറിലൊക്കെ ആയിരിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് കറുപ്പ് നിറവായിട്ട് മാറും. കാരണം കത്തുന്ന കൊണ്ടാണ്. അപ്പോൾ പിച്ചളയുടെ ആ കളർ മാറുന്നു കൂട്ടിക്കോ. ഇതെടുത്ത് നിങ്ങൾ എപ്പോഴും കഴുകേണ്ട ആവശ്യമേ ഇല്ല. ആ തെറ്റിദ്ധാരണ ആദ്യം മാറ്റുക. കാരണം ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയാണ് നിങ്ങളിത് കഴുകുന്നതെങ്കിൽ നിങ്ങളുടെ ബർണർ പെട്ടെന്ന് പോകും എന്നുള്ളതാണ് ചേച്ചി എന്ന് പറഞ്ഞാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. ആ കാര്യമാണ് ഇപ്പം നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഈ റെഗുലേറ്റർ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഈ OC കൂടി ഇങ്ങനെ സഞ്ചരിച്ച് നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് വന്ന ഉടനെ കത്തുവല്ല, അവിടെ വന്ന് സ്റ്റോക്കായി നിൽക്കുകയാണ് ഗ്യാസ്. പിന്നെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗ്യാസ് പുറത്തോട്ട് വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഗ്യാസ് നഷ്ടം വരുന്നത്? കാരണം ഇവിടെ ഗ്യാസ് ഓൺ ചെയ്ത് ഇവിടെ കത്തിച്ചാൽ മാത്രമേ ഈ ഗ്യാസ് നമ്മുടെ അടുപ്പ് നമ്മുടെ എല്ലാം കത്തിക്കുന്നതും ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല. ഈ ബർണർ തേച്ച് കഴുകുന്നത് നിങ്ങൾക്ക് ദോഷം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാരണം ഈ ബർണറിൻ്റെ സൈഡ് ഇങ്ങനെ കഴുകും തോറും എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ടെമ്പർ പോയിട്ട് ഇതൊന്ന് വിരിയും. ഈ ബർണർ വിരിച്ച് കഴിയുമ്പോഴാണ് ഈ സൈഡിൽ കൂടി തീ വരുന്നത്. ആ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി നിങ്ങൾക്കും കൂടിയാണ് പറയുന്നത് കേട്ടോ, ഈ ബർണർ ഒരിക്കലും നിങ്ങൾ കഴുകരുത്. അങ്ങനെ എന്തെങ്കിലും തിളച്ച് ചാടിയാൽ നമ്മുടെ പിന്നു കൊണ്ടൊന്ന് കുത്തി വിട്ടാൽ മതി. അല്ലാതെ ഇത് കഴുകി വെച്ച് കഴിഞ്ഞാൽ ബർണർ പെട്ടെന്ന് പോകും. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഏറ്റവും മെയിനായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 30 വർഷമായിട്ട് ഞാൻ വീടുകളിൽ പോയി പണിയുന്നുണ്ടെന്നുള്ള വിവരമൊക്കെ അറിയാമല്ലോ. ഈ 30 വർഷത്തിൽ ഞാൻ ചില വീടുകളിൽ ബർണർ മാറിക്കൊടുക്കും. അപ്പോൾ ആ വീട്ടിൽ ചില വീടുകളിൽ 10 വർഷം വരെ 20 വർഷം വരെ ബർണർ കേടാകാതെ അവർ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുമ്പോൾ പറയും, ഞങ്ങളൊന്നും ചെയ്യാറില്ല, ചേട്ടൻ എങ്ങനെ പിടിപ്പിച്ച് തന്നോ അത് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ എന്തെങ്കിലും വല്ലതും തിളച്ച് ചാടിക്കഴിഞ്ഞാൽ ഈ ചെറിയ ഹോളിൽ എന്തെങ്കിലും വന്നാൽ പിന്നെ കൊണ്ട് കുത്തിവിടുക, അത്ര ഹോള് ചേട്ടാന്ന് പറയും. അപ്പോൾ ചില വീടുകളിൽ ഞാൻ ചോദിക്കും, നിങ്ങളെങ്ങനെയാണ് ബർണർ ഉപയോഗിക്കുന്നത് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ആഴ്ചയിൽ എടുത്ത് ശരിക്കും കഴുകി വെളുപ്പിച്ച് വച്ച് വീണ്ടും കത്തിക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലാണ് കൂടുതലായിട്ട് ബർണർ പോകുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത തിങ്കളാഴ്ച പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബായ്.